ഹലോ ഗായ്സ്, നമുക്കിന്നൊരു എഗ് സോയ മസാല ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് സോയ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് ബോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ ജ്യൂസ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപോലെ ഡ്രൈ ആക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. നമുക്ക് പേസ്റ്റ് ആക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ഇട്ട് കൊടുത്താലും മതി. അത് നമുക്ക് ഉള്ളിയെല്ലാം എങ്ങനെ വേണം അറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആയത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ്സ് പോലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട. എന്നിട്ട് ഉള്ളി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എങ്ങനെയാണ് അരിഞ്ഞെടുക്കാം, ഉള്ളിയും തക്കാളിയും ഒക്കെ. എന്നിട്ട് ജസ്റ്റ് ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് തക്കാളി അരിയണം. തക്കാളി ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണോ അതിനെ അരിഞ്ഞെടുക്കാം. പിന്നെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞെടുക്കണം. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ എങ്ങനെ വേണോ അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ അടുത്ത് കുക്കർ ഇരുന്നുകൊണ്ടാണ് ഞാൻ കുക്കർ എടുത്ത് വെച്ചത്. ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഞാനിപ്പോൾ കുക്കർ അടുത്തിരുന്നുകൊണ്ട് കുക്കർ എടുത്ത് വെച്ചതേ ഉള്ളൂ. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് എണ്ണ മതി. ബട്ടർ ആണെങ്കിൽ ബട്ടർ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുവും മുളക് ഇട്ടിട്ടുണ്ട്, കടു പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കടു എല്ലാം ഇങ്ങനെ പൊട്ടി വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും മറ്റേ ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിനകത്തോട്ടിടാം. ഇപ്പം എൻ്റെ കുക്കർ ഇരുന്നാൽ മാത്രമേ കുക്കർ എടുത്തേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വഴറ്റണം നല്ലോണം. അതിൻ്റെ കളർ ഒന്ന് മാറുന്ന വരെ വഴറ്റണം. അതിനിടയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളർ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളർ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബ്രൗണിഷ് കളർ പോലെ വരും. മസാല ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകവും പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയും കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. കുറച്ച് എല്ലാം ആവശ്യത്തിന് വേണ്ടി മാത്രം മതി, കുഞ്ഞായിട്ട് മതി. ഓരോരോ എരിവ് അനുസരിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ എരിവ് ഇത്ര ആയതുകൊണ്ട് നമ്മൾ ഇത്ര ഇട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച്. എന്നിട്ട് അത് നല്ലോണം ഇളക്കണം. നല്ലോണം കുറേ സമയമായിട്ട് വഴറ്റണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ കുറച്ച് നേരം ഇളക്കിയിരിക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം മതി. ചൂടുവെള്ളം, പച്ചവെള്ളം എന്തായാലും മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ വീണ്ടും ഇളക്കി. എന്നിട്ട് ഞാൻ നമ്മുടെ പാൻ എടുത്തിട്ട് അതിനെ ഇങ്ങോട്ട് തട്ടിയിട്ട് കുറച്ച് നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കണം. എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതും കൂടി അരിഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി മസാലയൊക്കെ പിടിച്ചിരിക്കുന്നതല്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള എഗ് മസാല, സോയ എഗ് മസാല കിട്ടും. എഗ് മസാല സോയ ഇഷ്ടമുള്ള പേരെന്താ പറഞ്ഞാൽ